ഹരേ കൃഷ്ണ. ഇനി അടുത്തത് നമുക്ക് 9ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദനിര്യാപിതഭവദനുജാം രാവണസ്താമഹാർഷീത്തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമഥാസ്തദ്വഥോപായലാഭാത്. സോദര്യ പ്രോക്തവാർത്ത. സോദര്യ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരിയാൽ, തൻ്റെ അനുജത്തിയായ ശൂർപ്പണഖയാൽ പ്രോക്ത പറയപ്പെട്ട വാർത്ത, ആ വൃത്താന്തം കേട്ടിട്ട് വിവശദശമുഖാദിഷ്ടമാരീചമായ സാരംഗം. വിവശദശമുഖാത് അത്യധികം കാമപരവശനായി തീർന്ന, വിവശനായി തീർന്ന. കാരണം ഇവിടെ അങ്ങനെ പറയാൻ കാരണം, ഈ ശൂർപ്പണഖ രാവണൻ്റെ സദസ്സിൽ വന്നിട്ട് പറയുന്നത്, നിനക്ക് ഏറ്റവും യുക്തയായ അനുയോജ്യയായ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു, പേര് സീത എന്നാണ്. അവളെ ഞാൻ നിനക്ക് വേണ്ടി ചോദിച്ചപ്പോൾ എൻ്റെ മൂക്കും മറ്റും ഛേദിച്ച് വികൃതയാക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് പൊതുവേ സ്ത്രീലമ്പടനായിട്ടുള്ള രാവണന് കേട്ടിട്ടത് സഹിച്ചില്ല. എന്താ, തനിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ സഹോദരി ഇത് ചോദിച്ചത്. സത്യം എന്തായിരുന്നാലും ചില ഈ ആസുരിക സ്വഭാവമുള്ളവർക്ക് തങ്ങളുടേതായ ഭാഷയിലേക്ക് കാര്യങ്ങളെ വളച്ചൊടിച്ചു പറയുവാനുള്ള ഒരു പ്രാവീണ്യം കൂടുതലായിരിക്കും. ഇവിടെയും സത്യത്തിൽ ചോദിച്ചത് തൻ്റെ കൂടെ വാഴാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ അല്ലെങ്കിൽ ലക്ഷ്മണകുമാരൻ വരുമോ എന്ന് ചോദിച്ച ശൂർപ്പണഖ ഇവിടെ വന്ന് പറഞ്ഞതാകട്ടെ രാവണനു വേണ്ടി സീതാദേവിയെ ചോദിച്ചു എന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ടാണ് കാമപരവശനായി തീർന്നത്, വിവശനായി തീർന്ന ദശമുഖ ആ രാവണൻ ഇഷ്ടമാരീചമായ സാരംഗം, തനിക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള മാരീചനെ ചെന്ന് കണ്ടു. കണ്ടിട്ട് മായാസാരംഗം, ഒരു മായാമൃഗമായിട്ട് മാറുവാൻ ഉപദേശിച്ചു. എന്തിനാ? ശ്രീരാമചന്ദ്ര ഭഗവാനെ അടുത്തു നിന്നും മാറ്റിയാൽ സീതാദേവിയെ തനിക്ക് കൊണ്ടുപോരാമല്ലോ എന്ന് കരുതിയിട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ദശരഥനത്. കാരണം സീതാദേവി എന്ന താൻ കണ്ടിട്ടില്ലാത്ത ഒന്നിനെ, ആ സൗന്ദര്യധാമത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിദ്ര പോലും കെടുത്തിക്കളഞ്ഞു. അങ്ങനെയാണ് മാരീചൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത്, നീ പോയിട്ട് മൃഗത്തിൻ്റെ വേഷം കെട്ടിച്ചെന്ന് രാമനെ അവിടെ നിന്ന് അകറ്റണം. ആ സമയത്ത് ഞാൻ സീതയെ തട്ടിക്കൊണ്ട് വന്നുകൊള്ളാം. അപ്പോഴും മാരീചൻ പറയുന്നുണ്ട്, രാമനോട് കളിക്കാൻ നിൽക്കരുത്, അങ്ങേക്ക് ആരാണ് ഈ ദുർബുദ്ധി തോന്നിപ്പിച്ചു തന്നത്? ആരായിരുന്നാലും അവർ അങ്ങയുടെ നാശം കാക്ഷിക്കുന്നവരാണ് എന്നൊക്കെ ഉപദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ വിനാശകാലെ വിപരീത ബുദ്ധി, നാശം അടുത്തവൻ്റെ കാതുകളിൽ നല്ലതൊന്നും കയറില്ല എന്ന് പറയും പോലെ രാവണൻ അപ്പോഴും പറയുന്നുണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവനായിപ്പോയി, ഇനി ഒരക്ഷരം നീ ഉരിയാടിയാൽ നിന്നെ ഞാൻ ഈ വാളുകൊണ്ട് എൻ്റെ വാളിനിരയാക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ മാരീചനെ പ്രേരിപ്പിച്ച് മായാമൃഗമാക്കി വിട്ടുകൊണ്ട് സാരസാക്ഷ്യ സ്പൃഹിതമനുഗത, സാരസാക്ഷ്യ ആ സീതയുടെ അടുത്ത് എത്തിച്ചേർന്നു. രാമാശ്രമത്തിൽ വന്ന മായാമൃഗമായിട്ട് സീതാദേവിയൊക്കെ താമസിക്കുന്ന ആ പഞ്ചവടിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് സ്പൃഹിതം അനുഗത
പ്രാവധീർബാണഘാതം സ്പൃഹിതം അനുഗതഃ. അവിടെ വന്നപ്പോൾ ആ മാനിനെ കണ്ട് കൗതുകം തോന്നിയ സീതാദേവി തനിക്കത് വേണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയും ആ മാനിൻ്റെ പിന്നാലെ അനുഗത, അതിൻ്റെ പിന്നാലെ അതിനെ പിടിക്കുവാനായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ പിറകെ പോവുകയും ചെയ്തു. എന്നിട്ടോ പ്രാവധീർബാണഘാതം, പ്രാവധീഹി ബാണഘാതം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാവധീർബാണഘാതം. പ്രാവധീ എന്ന് പറഞ്ഞാൽ വധിച്ചു കളഞ്ഞു, ബാണഘാതം ബാണമെയ്ത് വധിച്ചു കളഞ്ഞു. അതായത് ഒരിക്കൽ തൻ്റെ കയ്യിൽ നിന്നും ഭയന്ന് ഓടിപ്പോയ മാരീചനെ പിന്നീട് മായാമൃഗമായി വന്നപ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് ബാണമേറ്റ് മരിക്കുവാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്തു. ഇത് തന്നെ മാരീചൻ അവിടെ രാവണനോട് പറയുന്നുണ്ട്. അങ്ങയുടെ വാളിനിരയാക്കപ്പെടുന്നതിലും നല്ലത് അങ്ങേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്താൽ ഉറപ്പാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാവും. അങ്ങനെ ഒരു മരണം എനിക്ക് കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനായി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ബാണമേറ്റ് അവിടെ വധിക്കപ്പെടുകയും ചെയ്തു. തൻ മായാക്രന്ത നിര്യാപിത ഭവതനുജാം, തൻ മായാക്രന്ത നിര്യാപിത, അവൻ്റെ ആ കള്ളക്കരച്ചിൽ കേട്ടിട്ട് ഭവതനുജാം, അങ്ങയുടെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണകുമാരനെ അവിടെ രാവണസ്താമഹാർഷീത്, ഇവിടെ രാവണസ്താമഹാർഷീത് തേനാർത്തോപി, ഇത്രയും വാക്കുകൾ ചേർന്ന് വരുന്നുണ്ട്. രാവണഃ താം അഹാർഷീത് തേന ആർത്ത അപി, ഇങ്ങനെ ഇത്രയും വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ രാവണഃ താം അഹാർഷീത്, ഇങ്ങനെ ആ മായാ മൃഗത്തിൻ്റെ കള്ളക്കരച്ചിൽ കേട്ട് ഹാ ലക്ഷ്മണ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനാണെന്ന് തോന്നിപ്പിക്കുക വിധത്തിൽ ഉറക്കെ ലക്ഷ്മണകുമാരൻ്റെ പേര് വിളിച്ച് ആ മായയെ, തൻ്റെ മായയാൽ കേൾപ്പിച്ചതാണ് ആ കള്ളക്കരച്ചിൽ. അത് കേട്ട് സീതാദേവി ലക്ഷ്മണനെ പറഞ്ഞു വിടുന്നു. തൻ്റെ പതിക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എളുപ്പം പോകൂ കുമാര എന്ന് പറഞ്ഞു വിടുന്ന ആ സമയത്ത് രാവണഃ അഹാർഷീത്, രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടുപോയിയല്ലോ. എന്നിട്ടോ തേന ആർത്താപി, അതറിഞ്ഞിട്ട് അവിടുന്ന് ഭഗവാനെ ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ആർത്തഹ അപി ദുഃഖിതനായെങ്കിലും ത്വം അന്തഃ കിമപി മുദമഥ തദ്വധോപായലാഭാത്, ത്വം അന്തഃ, അങ്ങയുടെ ഉള്ളിൽ ഇങ്ങനെ പുറമേ ദുഃഖിതനായിരുന്നുവെങ്കിലും ഉള്ളിൽ എന്ത് പറ്റി? കിം അഭി മുദം അഥാ തദ്വധോപായലാഭാൽ, അഥാ മുദം അഥാ, ഉള്ളിൽ സന്തോഷമാണ് തോന്നി. എന്താ? തദ്വധോപായലാഭാൽ, അവനെ കൊല്ലുവാനുള്ള ഉപായം, മാർഗം തെളിഞ്ഞു കിട്ടിയല്ലോ. ഭഗവാന്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ രാവണനെ നിഗ്രഹിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ സന്തോഷമായി ഭഗവാൻ. എന്താ പറഞ്ഞത്? ഉള്ളിൽ പുറമേ ദുഃഖം തോന്നി. എന്താ? തന്നിൽ പാതിയെ തട്ടിക്കൊണ്ടുപോയല്ലോ എന്നുള്ള ഒരു സങ്കടം തോന്നി രാവണൻ. തന്നെയല്ല, സീതാദേവി കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായി. പക്ഷെ ഉള്ളിൽ സന്തോഷം തോന്നി. എന്താ? തൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മീദേവിയുടെ അംശമായിട്ടുള്ള സീതാദേവി അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ സീതാദേവി നിമിത്തമായിക്കൊണ്ട് രാവണനെ കൊല്ലുവാനുള്ള മാർഗം തെളിഞ്ഞു വന്നുവല്ലോ എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗതഃ പ്രാവധീർബാണഘാതം തന്മായാക്രന്ദനിര്യാപിതഭവദനുജാം രാവണസ്താമഹാർഷീത്തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമഥാസ്തദ്വധോപായലാഭാത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രോക്ത, വാർത്ത, വിവശ, ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നെ ദശമുഖാദിഷ്ടം ആരീചമായ സാരംഗം,
അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇനിയും അത് ചേർത്ത് വായിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ദശമുഖാത് എന്ന് മുകളിലെടുത്തിട്ട് ആദ്യത്തെ വരിയിലെടുത്തിട്ട് ഇഷ്ടമാരീചമായ സാരംഗം അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. പിന്നെ അതുപോലെ സ്പൃഹിതം അനുഗത, സ്പൃഹിതം അനുഗത ആണ് മായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് തന്മായാക്രന്ത നിര്യാപിത ഭവതനുജാം അതത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അതുപോലെ രാവണസ്ഥാ മഹർഷി തേനാർത്തോപി അതത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാവണസ്ഥാ മഹർഷീത് എന്നവിടെ എടുത്തിട്ട് തേനാർത്തോപി, അപ്പോൾ താഴെ കൂട്ടക്ഷരമല്ല ചേർത്താ വായിക്കുന്നതെങ്കിൽ താഴത്തേത് കൂട്ടക്ഷരമായിട്ട് തന്നെ വായിക്കണം. അതുപോലെ തന്മായാക്രന്ത നിര്യാപിത ഭവതനുജാം രാവണസ്താം അഹാർഷീത്, രാവണ താം അഹാർഷീതാണ് മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി 10ാമത്തെ ശ്ലോകമാണ്. ഭൂയസ്തൻവീം വിചിന്വന്നാഹൃതദശമുഖസ്തദ്വ ഭൂയസ്തൻവീം വിചിന്വന്നാഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വഥേനേത്യുക്ത്വാ യാതേ ജടായൗ ദിവമഥ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. ഭൂയസ്തൻവീം വിചിന്വന്നഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വഥേനേതി. ഭൂയഃ തൻവീം 2 വാക്കുകൾ ചേരുന്നതാണ് ഭൂയസ്തൻവീം. ഭൂയഃ തൻവീം തുടർന്ന് തൻവീം എന്ന് പറഞ്ഞാൽ തരുണീമണിയ സീതാദേവിയെ വിചിന്വന്നഹൃത, വിചിന്വൻ അഹൃത 2 വാക്കുകളാണ് അവിടെ. വിചിന്വൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് അങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അഹൃത എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ അറിയുന്ന ആ സമയത്ത് ദശമുഖസ്ത്വദ്വധൂം മദ്വഥേനേതി, ദശമുഖൻ വന്നിട്ട് ആ രാവണൻ വന്നിട്ട് ത്വദ്വധൂം മദ്വഥേനേതി, ത്വദ്വധൂം അങ്ങയുടെ ഭാര്യയെ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ, അഹൃത തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ മദ്വഥേനേതി രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഭാര്യയെ അന്വേഷിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാൻ എല്ലായിടവും നടക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ജടായുവിനെ കാണുകയാണ്. അപ്പോൾ ജടായു പറയുകയാണ്, ജടായുവിൻ്റെ ചിറകുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തിയിട്ട് ആണ് സീതാദേവി അപഹരിച്ചുകൊണ്ട് സീതാദേവിയെ കൊണ്ട് പോകുന്ന സമയത്ത് ജടായുവിനെ കാണുന്നു. അങ്ങനെ ജടായു എതിർക്കാൻ വരുമ്പോൾ ആ പക്ഷിശ്രേഷ്ഠൻ്റെ ചിറകുകളൊക്കെയും രാവണന് തൻ്റെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ജടായുവിനെ വഴിയിൽ വെച്ച് കാണുവാൻ ഇടവരുമ്പോൾ ജടായുവാണ് പറയുന്നത്, എന്നെ ഇങ്ങനെ എൻ്റെ ചിറകുകളെയൊക്കെ അരിഞ്ഞു വീഴ്ത്തിയിട്ട്, അതായത് എന്നെ മൃതപ്രായനാക്കിയിട്ട് അങ്ങയുടെ വധുവിനെയും കൊണ്ട് അങ്ങയുടെ പ്രിയ പത്നിയെയും കൊണ്ട് കട്ടുകൊണ്ട് പോയിരിക്കുന്നു രാവണൻ എന്ന് മദ്വഥേന ഇതി ഉക്ത്വ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് യാതേ ജടായവു ദിവമഥ, യാതേ എന്ന് പറഞ്ഞാൽ പോയി, ജടായു എന്ന പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ പ്രാണൻ വെടിഞ്ഞപ്പോൾ ദിവം യാതേ എന്ന് പറഞ്ഞാൽ പ്രാണൻ വെടിഞ്ഞപ്പോൾ സുഹൃദ പ്രാതനോ പ്രേതകാര്യം, സുഹൃദ ആ സുഹൃത്തിന്, അതായത് തന്നെ സഹായിക്കുവാനായിട്ട് വന്ന ആ സജ്ജനത്തിന്, ആ സുഹൃത്തിക്ക് പ്രാതനോ പ്രേതകാര്യം, പ്രേത സംസ്കാരാദി കർമ്മങ്ങൾ, അതായത് മരണത്തിന് ശേഷം വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ശവസംസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തു. അതിനുശേഷം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം, ഗൃഹ്ണാനം തം കബന്ധം, ഗൃഹ്ണാനം
പിന്നീട് തന്നെ പിടിച്ചു തിന്നുവാനായിട്ട്, തന്നെ ഗ്രഹിക്കുവാനായിട്ട്, അതായത് തന്നെ പിടിച്ചു തിന്നുവാനായിട്ട് വന്ന തം കബന്ധം, ആ കബന്ധനെ ജഘനിധ എന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞു. അതിനുശേഷം ശബരീം പ്രേക്ഷ്യ പമ്പാതടേത്വം, ശബരീം പ്രേക്ഷ്യ എന്നാൽ ചെന്ന് കണ്ടു. ശബരി എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വലിയൊരു ഭക്തയാണ്. ആ ശബരിയെ ചെന്ന് കണ്ടു. അവരെവിടെയായിരുന്നത്? പമ്പാതടേത്വം, ആ പമ്പാതടത്തിൽ, പമ്പയുടെ തീരത്തിൽ ഇരുന്ന ശബരിയെ പോയി കണ്ടു. അപ്പോൾ ഭഗവാൻ ഈ യാത്രയിൽ ഭക്തരുടെ അടുത്തേക്ക് ഭഗവാൻ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട്. എത്ര പേർക്കാണ് ഭഗവാൻ അങ്ങോട്ട് ചെന്ന് അനുഗ്രഹം കൊടുത്തത്. എന്നിട്ട് സംപ്രാപ്തോ വാതസൂനും, സംപ്രാപ്ത അവിടെ വെച്ച് ലഭിച്ചു. ആരെ? വാതസൂനും, വായുപുത്രനായിട്ടുള്ള ഹനുമൽ സ്വാമിയെ തൻ്റെ സഹായത്തിനായിട്ട് അവിടെ വെച്ച് കിട്ടുന്നു. എന്നിട്ട് ഭൃശമുദിതമന പാഹി വാതാലയേശ, ഭൃശമുദിതമന അവിടെ വെച്ച് കിട്ടിയിട്ട്, മുദിതമന എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തുഷ്ട ചിത്തത്തോടു കൂടിയവനായിട്ട്, തൻ്റെ സഹായത്തിന്, സീതാദേവി അന്വേഷിക്കുന്നതിന് തൻ്റെ സഹായത്തിനായിട്ട് അവിടെ വെച്ച് വായുപുത്രനായ ഹനുമൽ സ്വാമിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ശബരിക്ക് പമ്പാതീരത്ത് വെച്ച് മുക്തിയെയും നൽകുന്നു. അങ്ങോട്ട് ചെന്ന് കണ്ട് മുക്തിയെ നൽകുകയാണ്. അതിനുശേഷം ഹനുമൽ സ്വാമിയുമായിട്ടും സംഗമമുണ്ടാകുന്നു. തൻ്റെ സുഹൃത്തായിട്ട്, തൻ്റെ സഹായിയായിട്ട് വന്നു ചേർന്നു. ആ ഹനുമൽ സ്വാമി അതിൽ അത്യധികം സന്തുഷ്ടനായി തീരുകയും ചെയ്തു. ഭഗവാനെ അവിടുന്ന്, അങ്ങനെയുള്ള ഭഗവാനെ പാഹി വാതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ കാത്തുകൊള്ളണമേ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭൂയസ്തൻവീം വിജിന്വന്ന ഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേത്യുക്ത്വായാതേ ജടായൗ ദിവമഥ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിജിൻവന്നഹൃത, അവിടെ ന കൂട്ടക്ഷരം വരുന്നിടത്ത് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ ദശമുഖസ്ത്വദ്വധൂം, അവിടെ അത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ മദ്വധേനേത്യുക്ത്വ, അതത്രയും ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ മദ്വധേനേതി എന്ന് കൊടുത്തിട്ട് ഉക്ത്വ എന്ന് താഴെ എടുക്കാവുന്നതാണ്. പിന്നെ സുഹൃത, അവിടെ വരുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെയാണ് പ്രാതനോ, അവിടെയും വിസർഗമുണ്ട്. പിന്നെ ഭൃശമുദിതമന, അവിടെയും വിസർഗമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇതിൻ്റെ തുടർച്ചയാണ് 35-ാമത്തെ അധ്യായം. നമുക്ക് 34-ാമത്തെ അധ്യായം ദശകം വായിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. അത് അടുത്ത സത്സംഗത്തിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.